58,000 രൂപ സാലറി, 650 വേക്കൻസീസ്. എവിടെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും? നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി മതി. February 1, 2026 ആകുമ്പോഴേക്ക് ഡിഗ്രി പൂർത്തിയായിരിക്കണം. പക്ഷേ 50% എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. സോ ഡിഗ്രിയിൽ 50% മാർക്സോളം കിട്ടിയിരിക്കണം. എന്നാൽ SC, ST, PWBD കാറ്റഗറീസിന് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ വരുന്നില്ല. പാസ് മാർക്സ് മതിയാകും എന്ന് പറയുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. February 1 ആകുമ്പോഴേക്കും 28 വയസ്സ് പൂർത്തിയാവാത്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. SC, ST, OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. എക്സ് സർവീസ്മെനും ഈ പറയുന്ന പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാം നോക്കാം. 3 സ്റ്റേജസ് ഓഫ് എക്സാം ആണ് വരുന്നത്. പ്രിലിംസും മെയിൻസും അതേപോലെ തന്നെ LPT അഥവാ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയും. 3 സ്റ്റേജും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതാണ്. എന്നതിന് ശേഷമാണ് ജോബിലെ ലിസ്റ്റിലേക്ക് വരുന്നത്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് അവസാനത്തെ സ്റ്റേജ് ഓഫ് എക്സാം ആണ്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ LPT ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഏത് ലാംഗ്വേജ് ആണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും. നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് ഓഫീസിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓഫീസിലെ ലാംഗ്വേജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരത്ത് ഓഫീസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. സോ മലയാളമായിരിക്കും LPT ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഏത് ഓഫീസിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓഫീസും അവിടുത്തെ LPTയുടെ ലോക്കൽ ലാംഗ്വേജും നമുക്കറിയോ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വേക്കൻസീസ് എന്ന് പറയുന്നത് 6 വേക്കൻസീസ് ആണ് വരുന്നത്. അതിൽ ഒരെണ്ണം OBCയും മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ജനറൽ വേക്കൻസീസ് ആണ് വരുന്നത്. സോ 1+5 6 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ മലയാളം മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക്, കാരണം LPT നമ്മൾ ക്ലിയർ ചെയ്യണം, തിരുവനന്തപുരം എടുക്കുന്നതാണ് നല്ലത്. അതേപോലെ തമിഴ് എഴുതാനും വായിക്കാനും മനസ്സിലാവുന്ന ഒരാളുമാണ് എങ്കിൽ തമിഴിൽ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ചെന്നൈയിൽ വേക്കൻസീസ് കൂടുതലാണ്. 24ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. കട്ട് ഓഫും അതേപോലെ അതുകൊണ്ട് തന്നെ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി കന്നഡ അറിയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ബാംഗ്ലൂർ ഓഫീസ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. മാത്രവുമല്ല ബാംഗ്ലൂരിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ 2023 വേക്കൻസീസ് കുറവാണെങ്കിൽ പോലും അവിടെ കട്ട് ഓഫ് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാളം കൂടി അറിയുന്ന ഒരു വ്യക്തി, കന്നഡയും കൂടി അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരുവനന്തപുരം ഓഫീസിൽ അപ്ലൈ ചെയ്യാതെ ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും സേഫ്. ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി കൊങ്കണി അറിയാവുന്ന ആൾക്കാരുണ്ട് എങ്കിൽ, കേരളത്തിൽ തന്നെ കൊങ്കണി അറിയാവുന്നവരുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മുംബൈ ഓഫീസിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം മുംബൈ ഓഫീസിൽ ഏകദേശം 250ഓളം വേക്കൻസീസ് പറയുന്നുണ്ട്. എല്ലാവിധ കാറ്റഗറീസിലും വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നൊരു സംശയമാണ്, നമ്മൾ ആ ഓഫീസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കേരളത്തിലോട്ട് ജോലി കിട്ടുമോ എന്നുള്ളത്. കിട്ടൂല. അപ്പം മുംബൈ ഓഫീസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മുംബൈ വരുന്ന സോണുണ്ട്, അത് വെസ്റ്റ് സോണാണ്. അപ്പം ആ സോണിൽ ആയിരിക്കും ട്രാൻസ്ഫർ വരുന്നത്. അതിൽ അഹമ്മദാബാദും മുംബൈയും നാഗ്പൂറും ഒക്കെ വരുന്നുണ്ട്. അവിടെ ആയിരിക്കും ട്രാൻസ്ഫർ വരുന്നത്. അതേപോലെ എക്സാം സെൻറ്ററിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക. മുംബൈയിലുള്ള എക്സാം സെൻറ്റർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ചെന്നൈ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചെന്നൈയുടെ എക്സാം സെൻറ്ററും ജോബ് വരുന്ന ആ സദേൺ സോണിലുമായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സെൻറ്ററാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്, വേറൊരു ഓഫീസിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റേറ്റിലായിരിക്കും നമുക്ക് എക്സാം സെൻറ്റർ വരുന്നത്. എക്സാംസ് ഡീറ്റെയിൽസ് അതിൻ്റെ ഷെഡ്യൂൾ ഓൾറെഡി ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ജോബ് കിട്ടാനുള്ള സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ഈ സോണിലാണ് കൂടുതൽ സാധ്യത. കാരണം വേക്കൻസീസ് കൂടുതലുണ്ട്. ഇപ്പോൾ 2023 കട്ട് ഓഫ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 16 വേക്കൻസീസ് ഉണ്ടായപ്പം 95.25 മാർക്സാണ് വരുന്നത്. അതേസമയം മുംബൈയുടെ നമ്മൾ കട്ട് ഓഫ് 2023 നോക്കിക്കഴിഞ്ഞാൽ 91 വന്നത്. 101 വേക്കൻസീസിനാണ് 91 വന്നത്. സോ മുംബൈ അതേപോലെ തന്നെ ബാംഗ്ലൂരിലെല്ലാം അത്യാവശ്യം കട്ട് ഓഫ് കുറവാണ്. ഇനി ഹിന്ദി അറിയുന്നവർ കാണും ഈ കൂട്ടത്തിൽ തന്നെ, മലയാളവും ഹിന്ദി നന്നായി അറിയുന്നവർ. അപ്പോൾ ഒരു പക്ഷേ ഹിന്ദി അപ്ലൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ഹിന്ദി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വരുന്ന സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഓഫീസസ് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹിന്ദി വരുന്നിടത്ത് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഈവൻ വേക്കൻസീസ് കൂടുതലാണെങ്കിലും പോലും കോമ്പറ്റീഷൻ കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പാറ്റ്ന എടുത്താലും അല്ലെങ്കിൽ ന്യൂഡൽഹി എടുത്താലും ജയ്പൂർ എടുത്താലും വളരെയധികം കട്ട് ഓഫ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ലോക്കൽ ലാംഗ്വേജസ് ആയ കന്നഡ, അതേപോലെ തന്നെ തമിഴ്, ഇങ്ങനെയുള്ള സെൻറ്റേഴ്സൊക്കെ നമ്മൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഓഫീസസൊക്കെ നമ്മൾ പറഞ്ഞത്.
നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പ്രിലിംസിന്റെയും മെയിൻസിന്റെ എക്സാം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. അപ്പം പ്രിലിംസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസും 100 മാർക്കുമാണ് വരുന്നത്, 60 മിനിറ്റ് സമയമാണ് വരുന്നത്. പക്ഷേ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, കാരണം 3 പാർട്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, അതേപോലെ തന്നെ റീസണിങ് എബിലിറ്റി ആയിട്ടാണ്. അതിൽ ഇംഗ്ലീഷിലാണ് ഏറ്റവും കുറഞ്ഞ ചോദ്യങ്ങൾ വരുന്നത്, 30 ചോദ്യങ്ങളാണ്. ബാക്കിയെല്ലാം 35 ഈച്ച് ആണ് വരുന്നത്. മാർക്സും അങ്ങനെ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്ഷനും 20 മിനിറ്റ് സമയമാണ് വരുന്നത്. സോ ടോട്ടൽ ആണ് 60 മിനിറ്റ്സ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യണം. നെഗറ്റീവ് മാർക്സും ശ്രദ്ധിക്കുക, 1/4 ആണ്. എക്സാം CBT എക്സാം ആണ്. ഇനി പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് മെയിൻസ് എക്സാം വരുന്നത്. മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 200 ചോദ്യങ്ങളും 200 മാർക്കുമാണ് വരുന്നത്. അഡീഷണലി വരുന്നത് ജനറൽ അവയർനെസ്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ്സും ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കുറച്ച് കൂടുതലായിരിക്കും. സമയം 135 മിനിറ്റ്സ് ആണ് ടൈം വരുന്നത്. നെഗറ്റീവ് മാർക്സ് 1/4 ആണ്. അപ്പം ഈ 2 സ്റ്റേജും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ LPT ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. നമ്മൾ എക്സാം സെന്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ഓഫീസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ എക്സാം സെന്റേഴ്സ് ആണ് വരുന്നത്. കേരളത്തിൽ 10 ജില്ലകളിൽ എക്സാം സെന്റർ ഉണ്ട്, പിന്നെ കവരത്തിയിലും കൂടി വരുന്നുണ്ട്. ഇനി മെയിൻസിനാണെങ്കിൽ 6 ജില്ലകളിലാണ് എക്സാം സെന്റേഴ്സ് വരുന്നത്, പ്ലസ് കവരത്തിയും കൂടി ഉണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരം, കൊച്ചി പോലെയുള്ള സിറ്റീസിലെല്ലാം തന്നെ, ഡിസ്ട്രിക്ട്സിലെല്ലാം തന്നെ സെന്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എക്സാം ഫീസ് നോക്കാം. ജനറൽ, EWS, അതേപോലെ തന്നെ OBC കാറ്റഗറിക്കാണെങ്കിൽ 480 രൂപ പ്ലസ് 18% GST വരുന്നത്. മറ്റ് കാറ്റഗറീസ്, അതായത് SC, ST, PWBD, എക്സ് സർവീസ് മെന്നിനാണെങ്കിൽ 50 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക, 8 മാർച്ച് 2026 ആണ്. അതേപോലെ തന്നെ എക്സാം ഷെഡ്യൂളും 11 ഏപ്രിൽ 2026 ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ഓഫീസസിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഡേറ്റിൽ എക്സാം സെന്റേഴ്സിന് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കുക. അതേപോലെ മെയിൻസ് എക്സാമിൻ്റെതും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 7th ജൂൺ 2026 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് rbi.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ട്സ് അക്കാഡമിന്റെ ടെലിഗ്രാം ചാനലിൽ ഇത് അവൈലബിൾ ആണ്.